ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വൈറലായിട്ടുള്ള ഈ സാൻഡ്വിച്ചിൻ്റെ റീൽസ് മാത്രമേ ഉള്ളൂ എൻ്റെ അതിനകത്ത്. അങ്ങനെ വൈകിയാണെങ്കിലും ഞാനും ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ. സംഭവം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഇഫ്താറിനൊക്കെ ആണെങ്കിലും ജസ്റ്റ് കയറി ഒരു അരമണിക്കൂറിനുള്ളിൽ സംഭവം റെഡിയാക്കാം കേട്ടോ. ഓൾറെഡി നേരത്തെ സ്റ്റീം ചെയ്ത് ഉച്ചയ്ക്കൊക്കെ വെച്ചേക്കാണെങ്കിൽ പിന്നെ പറയണ്ട, പെട്ടെന്ന് കയറിയ മിനിറ്റിനകം നമുക്കിത് ഉണ്ടാക്കി കഴിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇഡ്ഡലിത്തട്ട് എടുക്കുക, എന്നിട്ട് അതിനകത്തേക്ക് ഒരു 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കണ്ട എന്നുണ്ടെങ്കിൽ ഒരു ഹോൾ എഗ്ഗായിട്ട് നമ്മളങ്ങ് വെച്ചാൽ മതി. ആവിയിൽ അതങ്ങ് വെന്ത് വന്നോളും. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതേപോലെ ഒരു 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 2ഓ അതിൽ കൂടുതലോ എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 എടുത്തിട്ടുള്ളൂ. പിന്നെ ചിക്കൻ ഞാനത് ഉപ്പും കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയോ ഗരം മസാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ എല്ലാം. അപ്പോൾ എന്തായാലും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും സംഭവം റെഡിയാക്കി കിട്ടിട്ടോ. എനിക്ക് ഒരു സംശയമായിരുന്നു ഇത് കിട്ടുമോ എന്നുള്ളത്. പക്ഷേ സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മുട്ടയും ആ ഒരു ഗാർലിക്കും അതേപോലെ തന്നെ ആ ഒരു ഉണക്കമുളകും പിന്നെ ഞാൻ കുറച്ച് കശുവണ്ടി, അതായത് കാഷ്യൂനട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും പിന്നെ ഒരു ഇച്ചിരി ചീസും കൂടെ ചേർത്തിട്ടുണ്ട്. മൊസറല്ല ചീസാണ് കേട്ടോ ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് ചീസ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഒരു ഇച്ചിരി പാല്, അതായത് ഒരു 3 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. ചില മയോണൈസിന് നമുക്കൊരു മധുരം ഫീൽ ചെയ്തിട്ടില്ലേ, അപ്പോൾ കുറച്ച് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീരോ ഒഴിക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഓയിലിൻ്റെ ആവശ്യമില്ലാതെ നല്ല കൺസിസ്റ്റൻസിയിൽ സംഭവം കിട്ടും കേട്ടോ. കറക്റ്റ് മയണൈസ് തന്നെ. അപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കൻ മാറ്റി വെച്ചിട്ടില്ലേ, അത് നല്ലോണം ഷ്രെഡ് ചെയ്ത് വെക്കുക കേട്ടോ. അതും പിന്നെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണോ അത് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാബേജും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓനിയൻസും ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു മാറ്റി വെച്ചിട്ടുള്ള മയോണൈസ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. നമ്മൾ സാൻഡ്വിച്ചിനാണെങ്കിലും കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അറ്റ് ലാസ്റ്റ് ഈ ഒരു പരുവത്തിൽ നമുക്ക് സംഭവം കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. വലിയ ബ്രെഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടല്ലോ, അതാണെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയ ബ്രെഡാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു ബ്രെഡിനകത്തേക്ക് ഇത് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക. എല്ലായിടത്തും അങ്ങോട്ട് പിടിച്ചോട്ടെ, 4 കോർണറിലും പിടിച്ച്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രെഡ് അതിൻ്റെ മീതെ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് ഒന്ന് വിട്ടു പോകാത്ത രീതിയിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾറെഡി മയോണൈസ് ഒക്കെ ഫില്ലായതുകൊണ്ട് ഇത് ഒട്ടിപ്പിടിച്ചോളും, വിട്ടു പോകുമൊന്നുമില്ല. പിന്നെ ഒരു പാനിലേക്ക് നമ്മൾ ബട്ടർ ടോസ്റ്റ് ചെയ്യുക. ബട്ടർ ഇല്ലാത്തവർ ഗീ ആണെങ്കിലും മതി. അതൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് നമ്മുടെ ഈ ഒരു ബ്രെഡ് അതിനകത്തേക്ക് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് ടോസ്റ്റ് ചെയ്യുക. ഒത്തിരി നേരം വെക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ആ ഒരു ഫ്രൈ മോഡലായി, അതായത് ടോസ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും വെക്കണ്ട. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമുക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഹെൽത്തി ആയിട്ടാണ് ഈ ഇഫ്താറിനെ നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.